നമസ്കാരം. വാൽപ്പാറയിൽ വിനോദയാത്രയ്ക്കിടെ ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. മലപ്പുറം പാങ്ങ് LP സ്കൂൾ അധ്യാപകരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന 13-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പാങ് LP സ്കൂളിലെ അധ്യാപകരായ ഷക്കീല 37 വയസ്സ്, മജീദ് 43 വയസ്സ്, അജിത 54 വയസ്സ്, റംല 52 വയസ്സ്, ആശ 41 വയസ്സ്, സുഹറ 43 വയസ്സ്, സ്കൂളിലെ ആയ സാജിദ 45 വയസ്സ്, മജിദിന്റെ ഭാര്യ റുഖിയ 39 വയസ്സ്, സുഹറയുടെ മകൻ ഹിഷാം 12 വയസ്സ്, സാജിദയുടെ മകൻ ഷഹാദീൻ 11 എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ട്രാവലർ ഓടിച്ചിരുന്ന ഫാസിത്ത്, സ്കൂളിലെ ഡ്രൈവർ നൌഷാദ് 39 വയസ്സ്, മസ്നീൻ 10 വയസ്സ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. നൌഷാദ്, ഫാസിത്ത് എന്നിവർ കോയമ്പത്തൂർ ആശുപത്രിയിലും മസ്നീൻ പൊള്ളാച്ചി ആശുപത്രിയിലുമാണ്. വാൽപ്പാറ അപകടത്തിന് പിന്നാലെ പ്രത്യേക സംഘം കേരളത്തിൽ നിന്നും പുറപ്പെട്ടെന്ന് DGP രവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. തമിഴ്നാട് DGPയുമായി സംസാരിച്ചു. പൊള്ളാച്ചി പോലീസുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുവെന്നും DGP വ്യക്തമാക്കി. പരിക്കേറ്റവരിൽ ചിലരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായും കോയമ്പത്തൂർ SP അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ മറ്റൊരാൾ നിലവിൽ നിരീക്ഷണത്തിലാണെന്നും ഇയാളുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും SP വ്യക്തമാക്കി. അപകട സമയത്ത് വാഹനത്തിലാകെ 13 പേരാണ് ഉണ്ടായിരുന്നതെന്ന് കോയമ്പത്തൂർ SP സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ വാഹനത്തിൽ 16 പേർ ഉണ്ടായിരുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നെങ്കിലും ട്രാവൽ ഏജൻസിയിൽ നിന്നുള്ള രേഖകൾ പരിശോധിച്ച ശേഷമാണ് യാത്രക്കാരുടെ എണ്ണം 13 ആണെന്ന് ഉറപ്പിച്ചത്. തമിഴ്നാട് പോലീസും മറ്റു വകുപ്പുകളും ചേർന്ന് വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. അധികൃതർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും മലപ്പുറം SP-യുമായി ആശയവിനിമയം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാ സേന, വനം വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രി നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാന സർക്കാരും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നുവെന്ന് തമിഴ്നാട് സർക്കാർ ഉറപ്പ് നൽകിയതായി മന്ത്രി അറിയിച്ചു. അധ്യാപകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട വാർത്ത ഏറെ ദുഃഖകരമാണെന്നും സംസ്ഥാന സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്ത് എത്താനായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ DYSP കുട്ടികൃഷ്ണൻ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപകടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ആഴത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു. പരിക്കേറ്റവർക്ക് ആവശ്യമെങ്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.